എന്തൊക്കെയാണ് ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ, അവർക്കുള്ളൊരു ടിപ്പാണ്. ഞാൻ എങ്ങനെയാണ് ആ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. കട്ട് ചെയ്ത് ഫ്ലോപ്പ് ആയിട്ട് പോയ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്ലോപ്പ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഹായ് ആൾ, വെൽക്കം ടു മൃദ്വ വ്ളോഗ്സ്. മൃദ്വ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നതേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് പേർക്ക് ചില ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്. അല്ലേ ധനു? ഒരു വെൽക്കം പറഞ്ഞു, വെൽക്കം പറഞ്ഞു. ധനു ഇതാരാ? ഓ, അപ്പോ ഇന്നതേ ഏട്ടനില്ല. ആക്ച്വലി ഈ വീഡിയോയിൽ ആള് ഷൂട്ട് പോയിക്കാണ്, ആലുവയിലാണ്. അപ്പൊ എനിക്ക് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ആക്ച്വലി ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ളൊരു മെസ്സേജ് ആണ്, മീൻസ് കമന്റ്സ് ആണത്. എങ്ങനെയാണ്, ഏതാണ് ചേച്ചിയുടെ ഹെയർ കട്ട് എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെയാണ് ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഞാൻ ഇടയിൽ ഒരു ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് പോർഷൻ, കുറച്ച് പോർഷൻ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പോണിറ്റെയിലൊക്കെ കെട്ടുന്ന സമയത്ത് എനിക്ക് ഈ ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവറപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആക്ച്വലി ഒരിടത്തും പോയി കട്ട് ചെയ്തതല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഞാൻ ബ്യൂട്ടി എന്തോ തരുമാ അമ്മ ഓക്കെ ആണോ? ക്യാമറയിൽ ഓക്കെ ആണോ? കണ്ടോ? ഓക്കെ അല്ലേ? അമ്മനെ കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങോന്നെ അമ്മ ഒരു കാര്യം പറയട്ടെ. ഹായ് അല്ലേ? ഹായ്. അപ്പോ ഞാൻ ആക്ച്വലി ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇതിൽ ക്യാമറ തന്നെ ഒന്ന് തട്ടി താഴെ ഇട്ടായിരുന്നു ഗൈസ്. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അവളെ എന്തെങ്കിലും ജോളി ആയിട്ട് കളിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ആക്ച്വലി ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി ചെയ്യുന്നതും അതേപോലെ ഹെയർ കട്ട്സ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ കട്ട് ഞാൻ എൻ്റെ സ്വന്തം തലയിലും പിന്നെ കുട്ടികൾ 2 പേരുടെ തലയിലും മാത്രമേ ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളൂ. വീഡിയോ എടുക്കുക കുറച്ച് ഇതിനോട് പതിയെ സ്വകാര്യം ഞാൻ പറയട്ടാ. കുട്ടികളുടെ 2 പേരുടെ തലയിലും എൻ്റെ തലയിലും മാത്രമേ ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ അന്ന് ചെയ്ത ഹെയർ കട്ടൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചി ഇത് എന്ത് ഹെയർ കട്ടാണ്, ഞങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞത്. അപ്പൊ അവർക്കുള്ളൊരു ടിപ്പാണ്. ഞാൻ എങ്ങനെയാണ് ആ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നാച്ചുറൽ ഹെയർ ടിപ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് ഗൈസ്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ തലയിൽ അധികം എണ്ണ യൂസ് ചെയ്യുന്ന ഒരാളല്ല. എണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഷാമ്പു ചെയ്ത് കഴുകി കളയാറാണ് പതിവ്. തലയിൽ നല്ലപോലെ താരനുള്ള ടൈമിൽ എണ്ണ തേച്ച് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഞാൻ കഴുകി കളയും. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമാണ് ഞാൻ ചെയ്യാറുള്ളത്. നല്ല ഹെയർ ലെങ്ത്തിന് വരാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോസി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും ഞാൻ സ്ഥിരം ചെയ്യുന്നത്, നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ, സവാള ഒരു 1-2 എടുക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ കറ്റാർ വാഴയും കൂടി എടുത്ത് നല്ലപോലെ 2ഉം കൂടി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം തലയിലും തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തേക്കും. ഇത് നമ്മളൊരു 30 to 45 മിനിറ്റ്സ് വരെ നമ്മൾ തലയിൽ ഇത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ഇടുന്ന ടൈമിന് നമ്മുടെ മുടി ഭയങ്കര സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടാകും. സോ ഇതെന്റെ ഏറ്റവും എന്താ പറയുക ഒരു സിഗ്നേച്ചർ ടിപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനിത് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തമ്മാ പാവയുടെ പോയോ? തന്നെ കൊണ്ട് തള്ളിയിട്ടോ പാവനെ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യുന്നതിനു? അപ്പൊ ഈ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓവറോൾ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കിൻ, ഹെയർ, നമ്മുടെ ഉള്ളിലുള്ള ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഉറക്കമില്ലായ്മ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാവുന്നത് കാണാറുണ്ട്. അപ്പം എത്രത്തോളം ഉറങ്ങുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി ഈ ഇടയ്ക്ക് ഞങ്ങളുടെ മാട്രസ് ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാട്രസിലേക്ക് മാറിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. മാട്രസ് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഏതാന്നുള്ളത്. അപ്പോൾ ഇതാണ് യമ മാട്രസിന്റെ വെബ്സൈറ്റ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള മാട്രസസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് യമ ഹൈബ്രിഡ് മാട്രസ്. ആ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും.
മാട്രസ് ആക്ച്വലി ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് വരുന്നത്. അത് മാത്രമല്ല, അത് കട്ട് ചെയ്യാനായിട്ട് അവർ സ്പെഷ്യലി ഡിസൈൻഡ് ഒരു സേഫ്റ്റി ബ്ലേഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു യൂസർ മാനുവലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിലെ ബെസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണത്. അത് മാത്രമല്ല 33+ കൺട്രീസിലും ഈ മാട്രസ് അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ 2 മെമ്മറി ഫോം പില്ലോയും ഒരു ബെഡ് പ്രൊട്ടക്ടറും വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന എമ പ്രീമിയം ഹൈബ്രിഡ് മാട്രസ്. ഇത് ആക്ച്വലി ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്, പക്ഷേ ഇപ്പം ഇന്ത്യയിലും അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ് ടച്ച് ആണ്. പിന്നെ ഇതിന് 6 ലെയേഴ്സ് ആണുള്ളത്. ഹൈബ്രിഡ് ബെഡിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല എയർ ഫ്ലോ ഉണ്ട്, നല്ലൊരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട്. സോ സമ്മർ ടൈമിനൊക്കെ നല്ല രീതിയിലുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും. ഓർത്തോപീഡിക് സപ്പോർട്ടാണ്. പിന്നെ ഒരു സൈഡിലുള്ള മൂവ്മെന്റ് മറ്റേ സൈഡിലേക്ക് അഫക്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് നമുക്ക് ഉറക്കം ഒട്ടും തന്നെ ഡിസ്റ്റർബ് ആവില്ല. എന്തിലാ ചാടുന്നേ? എന്താ അതിന്റെ പേരെന്താ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എമ മാട്രസിന് 15 ഇയേഴ്സ് വാറന്റി ഉണ്ട്. പിന്നെ പർച്ചേസ് ചെയ്യുന്ന ടൈമിന് 55% ഓഫും ഉണ്ട്. എക്സ്ട്രാ ഒരു 15% ഓഫ് കിട്ടണമെങ്കിൽ MV65 എന്ന കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 55 + 15% നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. സൈഡിൽ ദേ ഇങ്ങനെ ഒരു ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് മാട്രസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മാട്രസ് സ്കിഡായി പോവാതിരിക്കാനായിട്ട് അടിയിലായിട്ട് ഒരു ആന്റി സ്കിഡ് ലെയറും യൂസ് ചെയ്തിട്ടുണ്ട്. എമ മാട്രസിന് ആക്ച്വലി നമ്മുടെ ബോഡി വെയിറ്റ് ഈവൻ ആയിട്ട് തന്നെ ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബോഡിയിൽ ഓരോ സ്ഥലത്ത് പെയിൻ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. പിന്നെ നമ്മുടെ സ്ലീപ്പ് ലൈൻസ് ഒക്കെ വരാണ്ട് ഇത് മാക്സിമം ഹെൽപ്പ് ചെയ്യും. ഒരു ഒപ്റ്റിമൽ സ്ലീപ്പ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ ഓവർ സ്വെറ്റ് ആവാണ്ടും പിന്നെ ഓവർ ഹീറ്റ് ആവാണ്ടും നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു മെമ്മറി ഫോം പില്ലോയും വരുന്നുണ്ട്. ഇത് 3 ലെയേഴ്സ് ആണുള്ളത്. ഇത് ബെസ്റ്റ് ആണ് നെക്ക് സപ്പോർട്ടിന്. ആക്ച്വലി ഇത് കൂടുതൽ ഓവർ സൈസും അല്ല കുറവും അല്ല. എനിക്ക് ഈ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള പില്ലോസ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇത് ആക്ച്വലി പക്കയാണ്, നമ്മുടെ നെക്ക് സപ്പോർട്ടിന് ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ആക്ച്വലി 100 days ഫ്രീ ട്രയൽ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേണും ചെയ്യാം. എമ മാട്രസിന്റെ പ്രൊട്ടക്ടർ ആണിത്. ഇത് 100% വാട്ടർ പ്രൂഫ് ആൻഡ് സ്പിൽ പ്രൂഫ് ആണ്. പിന്നെ അതേപോലെ ഡ്രൈ ഗാർഡ് ആണ്. കോസ്റ്റി ആൻഡ് നല്ലൊരു സ്മൂത്ത് ഫീൽ ഇതിനുണ്ട്. പിന്നെ വേറൊരു കാര്യം, എല്ലാ മാട്രസസിനും ഇത് കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ എമ മാട്രസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പൊ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് സപ്ലിമെന്റ്സ് ആണ്. ആക്ച്വലി ഞാൻ കഴിക്കുന്നത് omega-3 കഴിക്കുന്നുണ്ട്, പിന്നെ കാൽഷ്യം കഴിക്കുന്നുണ്ട്. ധനുവിനെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് കാൽഷ്യം ഭയങ്കര കുറവായിരുന്നു, നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ കാൽഷ്യം കഴിക്കുന്നുണ്ട്. പിന്നെ D3 അത് ആക്ച്വലി വീക്കിലി വൺസിന്റെ നമുക്ക് കിട്ടും. അത് നമ്മൾ ആദ്യം ഇതൊക്കെ പോയി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. വെറുതെ നമ്മൾ തന്നെ അസ്യൂം ചെയ്തിട്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കഴിക്കാം. എനിക്ക് ആക്ച്വലി ഇതൊക്കെ കുറവായിട്ടാണ് ഞാനിതൊക്കെ കഴിക്കുന്നത്. പിന്നെ ഞാൻ കഴിക്കുന്നത് ഇവിയോൺ ടാബ്ലറ്റ്. ഇവിയോൺ ടാബ്ലറ്റ് ആക്ച്വലി എല്ലാവരും കഴിക്കുന്ന ഇവിയോൺ 400 ഒക്കെ ആയിരിക്കും അല്ലെ. ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിയോൺ 600 കഴിക്കാനേ പറയുള്ളൂ. കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. പിന്നെ ഈ സപ്ലിമെന്റ്സ് ഒക്കെ ഞാനൊരു 1 മാസത്തേക്കോ 2 മാസത്തേക്കോ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 മാസം ഞാനത് കഴിക്കില്ല. കാരണം എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഫുഡിൽ നിന്ന് കഴിക്കാനുള്ളതാണ്. സോ അത് നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും ഈ സപ്ലിമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. സോ അത് കാരണം ഞാൻ സപ്ലിമെന്റ്സ് 1 മന്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മന്ത് ഞാൻ റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. താളിയൊക്കെ ഉണ്ടെങ്കിൽ അത് തേക്കും. ഞാൻ ആക്ച്വലി പുറത്ത് പോയി ചെയ്യുന്ന ആൾക്കൂടെ സ്പാ ചെയ്യുന്നത്. എനിക്കൊരു ഹെഡ് മസാജ് വേണം എന്ന് എനിക്ക് തോന്നുന്ന ടൈമിനാണ് ഞാൻ ആക്ച്വലി സ്പാ ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലാണ്ട് സ്പാ ചെയ്ത് എനിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടല്ല മെയിനായിട്ട് ഞാൻ പോകുന്നത് തന്നെ. സോ സ്പാ ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 3-4 മാസം കൂടുമ്പോൾ ജസ്റ്റ് പോകാറുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ അച്ചാർവാഴ, താളി ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു 15 ഡേയ്സ് എനിക്ക് ഷൂട്ട് വരാറുണ്ട്. ബാക്കി 15 ഡേയ്സിൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ട്സ് അല്ലെങ്കിൽ ഇനോഗ്രേഷൻസ് ഇല്ലെങ്കിൽ ആഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാസത്തിൽ ഒരു 3-4 ദിവസം മാത്രമേ എനിക്ക് തലയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടുള്ളൂ. ഇവിടെ ഒരാൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം അതിനുള്ളൊരു ടൈം കിട്ടുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന ടൈമിന് വീട്ടിൽ നിൽക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് തന്നെ മാക്സിമം ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് ഹെയർ കട്ടിലേക്ക് പോവാം അല്ലേ. ഹെയർ കട്ട് ആക്ച്വലി ഇതാരും കേളി ഹെയർ ഉള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്യരുത്. ബിക്കോസ് ഇപ്പൊ ധനുവിന് കേളി ഹെയർ ആണ്, ഏറ്റവും ഭയങ്കര കേൾസ് ഉള്ളൊരു ഹെയർ ആണ്, ചെറിയ ബേബി ഹെയർ. ഇവൾക്കാണെങ്കിലും എനിക്ക് അങ്ങനെ ഫ്രണ്ടിൽ ഫിഞ്ചേഴ്സ് ഒന്നും കട്ട് ചെയ്തിടാൻ പറ്റില്ല, കാരണം ചുരുണ്ട് കയറും. പക്ഷെ സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് പോണിയൊക്കെ കെട്ടുന്ന ടൈമിൽ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, കട്ട് ചെയ്ത് ഫ്ലോപ്പ് ആയിട്ട് പോയ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഫ്ലോപ്പ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ തന്നെ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ കട്ടിങ് ട്യൂട്ടോറിയൽ ആണല്ലേ ഗൈസ്.
അപ്പൊ നമുക്ക് ഹെയർ കട്ട് ചെയ്താലോ? കട്ട് ചെയ്യണം, അമ്മ കട്ട് ചെയ്യണേ. അപ്പൊ ഇതാ നമ്മള് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്നിരുന്നു. ഇവിടെ ഒരാളെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി പുറകെ നടക്കാം. തരുമല്ല, അമ്മ കാണിച്ചു പ്ലീസ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളാദ്യം പാർട്ടീഷൻ എടുത്തതിന് ശേഷം കുറച്ച് മുടി നമ്മൾ ബാക്കിൽ കെട്ടിയിടണം. ഇല്ലെങ്കിൽ എല്ലാം കട്ടായി പോകും. നോ നോ നോ, വേണ്ട വേണ്ട വേണ്ടമ്മ വേണ്ടമ്മ. നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ ആദ്യം പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ അതെ ഞാൻ പാർട്ടീഷനൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി ഇവിടെ പുറത്ത് വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഈ മിററൊക്കെ വയ്ക്കാനായിട്ട് ഒരു സ്പേസ് ഇല്ല, അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട്. ഓക്കെ, മുടി വെട്ടാൻ പോവാണ്. അപ്പൊ അതെ ധനു ആണ് എനിക്ക് കണ്ണാടി ഇവിടെ പിടിച്ചു തരുന്നത്. അപ്പൊ കട്ട് ചെയ്യാൻ പോവാണ് ഗോയ്സ്. ധനു കറക്റ്റായിട്ട് പിടിച്ചു തരണേ മോനെ. അങ്ങനെ വെച്ചു. അമ്മ ഇവിടെ വീഡിയോ എടുക്കോ അമ്മ? അപ്പൊ അതെ ഹെയർ കംപ്ലീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടേക്ക് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് വെട്ടേണ്ടത്, ഒരുപാട് കയറ്റി വെട്ടാൻ പാടില്ല. നമ്മൾ ഏതാണോ നമുക്ക് ആവശ്യം അതിന്റെ തൊട്ട് താഴെയായിട്ട് വെട്ടാൻ പാടില്ല. ആവശ്യമുള്ള ഭാഗം ഇപ്പൊ ഇവിടം വരെ ആണെങ്കിൽ അവിടം വരെ കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെട്ടിക്കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് കയറും. സോ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്. അവസാനം മുടി കട്ട് ചെയ്തിട്ട് ഫ്ലോപ്പായി പോവും. ഓക്കെ, കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇങ്ങനെ കിടക്കും. ഓക്കെ, നമ്മൾ 1 സെക്കൻഡ് തന്നെ. ഓക്കെ, ഞാൻ വിട്ട. ഓക്കെ, അങ്ങനെ 1 സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സൈഡ് കട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത സൈഡും സെയിം ഇതേപോലെ ഒരു സ്ലാന്റിങ് ആയിട്ടുള്ള രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കുറച്ചും കൂടെ കയറ്റണോ? ഓക്കെ അല്ലേ? ഓക്കെ, നോക്ക് ഇവിടെ ഒന്ന് ഇതാണല്ലേ. അപ്പൊ ഈ സ്ട്രേറ്റ് ഹെയർ ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഫ്രണ്ടില്. പിന്നെ ഇതിൽ ചെറുതായിട്ട് സ്ട്രൈപ്സ് പോലെ ഹെയർ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഭംഗി, വേറൊരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്.
അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർ ഫ്രണ്ടിൽ ചെറുതായിട്ട് ഇതേപോലെ ഫിഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ കൂടുതൽ ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചെറുതായിട്ട് നമ്മൾ ഈ സ്ട്രൈപ്സ് പോലെ ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും. ഇത് പോണിറ്റെയിൽ മാത്രമല്ല, ജസ്റ്റ് ഇങ്ങനെ പുട്ടപ്പ് ചെയ്യുന്ന ടൈമിനാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖം മൊത്തത്തിൽ തന്നെ മാറും ഈ ഒരു ഫിഞ്ചസ് വരുന്ന ടൈമിനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ട്രൈ ചെയ്യാൻ ധൈര്യമുള്ള ആൾക്കാർ കൂടി ഇരുന്ന് ട്രൈ ചെയ്യുക. ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് എന്നൊന്നും പറയരുത്, ഓക്കെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറേ നല്ല നല്ല ടിപ്സ് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലെ എന്തെങ്കിലും ടിപ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതുവരെയ്ക്കും ബൈ.